ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഹൃത്തെ, നിന്റെ ജീവിതം സ്വർഗത്തെ ലക്ഷ്യം വെച്ച, സ്വർഗത്തെ ലക്ഷ്യം വെച്ച് നീ പോകുമ്പോൾ സ്വർഗത്തിൻ്റെ ഒരു മനസ്ഥിതി നിന്റെ ഉള്ളിൽ നീ കൊണ്ടുകിടക്കേണ്ടതായിട്ടുണ്ട്. സ്വർഗത്തിൻ്റെ മനസ്ഥിതി എന്ന് പറയുന്നത് അത് കാരുണ്യത്തിൻ്റെ മനസ്ഥിതിയാണ്. മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരുന്നത് കൊണ്ട് മാത്രം സ്വർഗം കിട്ടണമെന്ന് നിർബന്ധമില്ല. ഈ കാരുണ്യം നിന്റെ ഹൃദയത്തിൽ എത്തിയെടുക്കുമ്പോഴാണ്, അത് പിടിച്ചെടുക്കുമ്പോഴാണ്, അത് സമർപ്പിക്കുമ്പോഴാണ്. ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ അറിയാമല്ലോ. ധനവാൻ ദ്രോഹമൊന്നും ചെയ്യുന്നില്ല, പക്ഷെ ചെയ്യാമായിരുന്ന നന്മ ചെയ്യാത്തത് കൊണ്ടാണ് അവൻ ശിക്ഷിക്കപ്പെടുക. നിന്റെ ചുറ്റുപാടുകളിൽ നിനക്ക് ചെയ്യാൻ പറ്റുന്ന നന്മ ഏതെന്ന് കണ്ടെത്തണമെങ്കിൽ, അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിന്റെ ഉള്ളിൽ കാരുണ്യം നദി പോലെ ഒഴുകുവാൻ ഇടവരണം. അത് നീ വളർത്തിയെടുക്കേണ്ട ഒന്നാണ്. അത് നിനക്ക് സാധിക്കട്ടെ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ചൊന്ന് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുക. ജീവിതത്തിൽ നിന്റെ കാരുണ്യം ഒപ്പിയെടുത്ത് അത് ചുറ്റുപാടും വിതറുവാനായിട്ട്, എല്ലാവരിലേക്കും ഈ കാരുണ്യം ഒഴുക്കിക്കൊണ്ട് നീ ഇന്നും ജീവിക്കുന്നു എന്ന് കാണിച്ചു കൊടുക്കുവാനായിട്ട് ഈ വ്യക്തി അനുഗ്രഹിക്കുന്നു. അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന വ്യക്തിപരമായിട്ടുള്ള ചിന്തകൾ, എതിർ ചിന്തകൾ, ചുറ്റുപാടുകൾ, എനിക്ക് എൻ്റെതായ ജീവിതം മതി എന്നുള്ള ചിന്തകൾ, മറ്റുള്ളവരിലേക്ക് ശ്രദ്ധ കൊടുക്കാത്ത രീതിയിലുള്ള മറ്റൊരു രീതിയിൽ വഴിതെറ്റിപ്പോകുന്ന രീതിയിലുള്ള ചിന്താരീതികൾ, അതിൻ്റെതായ തടസ്സങ്ങൾ, കെട്ടുപാടുകൾ, അതെല്ലാം മാറ്റപ്പെടട്ടെ എന്ന് ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാരുണ്യത്തിൻ്റെ ഉറവ ഈ വ്യക്തിയിൽ നിന്ന് നിന്റെ നാമത്തിൽ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.